ജോലി എന്ന് പറഞ്ഞാൽ നമ്മളെവിടെ കയറ്റിയത് സ്ഥിരം ജോലി എന്ന് പറഞ്ഞത് 16 രൂപ ശമ്പളം പറഞ്ഞിട്ട് 14 രൂപ ഇവിടെ തന്നോളൂ. നമ്മൾ എന്നിട്ട് പിന്നെ അതിനുശേഷം ഇതിനകത്ത് കയറിയ ഫ്ലോർ മാനേജർമാര്, സൂപ്പർവൈസർ, മാനേജര്, HR അവരെ ഭരണം വരെ നമ്മൾ സ്റ്റാഫുകാരുണ്ട്. ഈ സ്റ്റാഫുകൾ പറയുന്ന അനാവശ്യങ്ങൾ വരെ നമ്മൾ കേൾക്കണം. പിന്നെ കൈ എഴുതാൻ പറഞ്ഞത് കൈ കഴുകണം, ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുന്നവരാ പാത്രം കഴുകണം. ഞങ്ങൾ പിന്നെ ആ പാത്രം എവിടെ ആയിരിക്കുന്നവരെ ഞങ്ങൾ കേൾക്കണം. പിന്നെ രണ്ടാമത്തെ രാവിലെ നമ്മൾ ആ ചൂട് കൊണ്ട് 8 മണി വരെ അത്രയും സമയം അതൊക്കെ ചെയ്തിട്ടും പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്നില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവര് തന്നെ. പിന്നെ തിരിച്ചിടാണ്ടില്ല. ഞാൻ വന്നപ്പോ പറയുന്നത് പക്ഷെ അതിന്റെ രേഖ പേപ്പർ ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങള് ജൂൺ 15 തൊട്ട് ജോലിക്ക് കയറിയത്. അവരെ റോഡിലൊക്കെ കൊണ്ടാക്കിയത്. റോഡിൽ കൊണ്ടാക്കി ആൾക്കാർ പോകുന്നത്. ഈ ഓണ സീസണില് ഭയങ്കര കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനാവട്ടെ ഭക്ഷണം കഴിക്കാനാവട്ടെ ഞങ്ങൾക്ക് 5 മിനിറ്റിൽ കൂടുതൽ എടുക്കരുതെന്നാ പറയുന്നത്. വെള്ളം കുടിക്കാൻ പോകാൻ ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വെച്ച് വെള്ളം കുടിക്കാൻ ഒക്കത്തില്ല. പിന്നെ അതേണക്ക് തന്നെ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് നമ്മൾ നിന്ന് എങ്ങനെങ്കിലും നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കയറണം. നമ്മൾ പോകുന്ന കാര്യം പറയരുത്, ചോദിക്കരുത്. രാവിലെ ഞങ്ങൾ 9 മണിക്കിനകത്ത് വന്നിരുന്ന രാത്രി 12 മണി ഓണത്തിന്റെ പരിപാടി ഷട്ടർ ഇടുമ്പോഴാണ് വെളിയിൽ. എന്നിട്ട് താഴെ കൂടെ നമ്മളെ വിടുന്നത് രാത്രി. എന്നിട്ട് പറയുന്നത് വണ്ടി ഇടപാട് ചെയ്തിട്ടുണ്ട്. വണ്ടി ഞങ്ങളെ കൊണ്ടുവന്ന് കയറ്റിയ പെരുവഴിയിൽ ഇറക്കിയിട്ട് പോകും. അതായത് ജംഗ്ഷൻ ഡ്രൈവർ വായിരിക്കുന്നവരെ ഞങ്ങൾ കേട്ടു. ഓണ സീസണ് ഞങ്ങൾ രാത്രി കൊണ്ടാക്കിയ ഡ്രൈവർ എന്തെല്ലാം ഞങ്ങൾ പറഞ്ഞെന്നറിയാവോ? ആ ഡ്രൈവർ റോഡിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ, വീട്ടിലൊന്നും കൊണ്ടാക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആവശ്യം കഴിഞ്ഞ് വലിച്ചു കഴിഞ്ഞു. ഞാൻ വന്നപ്പോ പറഞ്ഞ തിങ്കളാഴ്ച ഇതിന് തീരുമാനം ഉണ്ടാക്കി തീരുമാനമായി. ഞങ്ങൾക്ക് അനുകൂലമാവുന്ന ഒരു പ്രതീക്ഷയില്ല. ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ ഞങ്ങൾ ഇത്രയും മെനക്കെട്ടല്ലേ, ഞങ്ങൾക്ക് ജോലി വേണം. പറയാറുന്നല്ലോ, ഞങ്ങൾ ഇന്റർവ്യൂ പറയാറുന്നല്ലോ, നിങ്ങൾക്ക് സീസൺ മാത്രം മതി നിങ്ങളാ എന്ന് പറയും. ഞങ്ങൾ ഈ നാണംകെട്ട പരിപാടിക്ക് വരത്തില്ലായിരുന്നു. ഹോസ്റ്റലിൽ 3-4 ഹോസ്റ്റലിൽ പിള്ളേരുണ്ട്. അവരെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളെ കണ്ണീര് മാത്രമായി കട. ഇവിടുത്തെ GM-ഉം സാർമാരൊക്കെ പറഞ്ഞു നിങ്ങളെ കടയാണ്, നിങ്ങളെ വീടാണ്, നിങ്ങൾ സ്വന്തം പോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ വെളിയിൽ കളഞ്ഞിരിക്കുന്നത്. ശരിക്കും ഞങ്ങളെ ട്രാൻസ്ഫർ ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രാൻസ്ഫർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 10 ഇവിടെ കൂടുതൽ ആൾക്കാർക്ക് 10 ദിവസം 15 ദിവസം ലീവ് അടിച്ചു കൊടുത്തു. നിങ്ങൾ ഓണം കഴിഞ്ഞിട്ട് 15 ദിവസം ലീവ് എടുത്തു, അത് കഴിഞ്ഞിട്ട് വന്നാൽ അതിന് കച്ചവടം കുറവായിരിക്കും. ആ ഒരു വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ ഇവിടെ കുറെ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇനിയിപ്പം നിങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് പോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ കൊല്ലത്തുള്ള ആൾക്കാരെ ജോലിക്ക് എടുത്തിട്ട് തിരുവനന്തപുരത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്നത്. അതിന്റെ പേരിൽ ഞങ്ങൾ 2 ദിവസം മുമ്പ് ലേബർ ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഇവരെല്ലാം ജോലിക്ക് എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് വന്നപ്പോൾ ഇവർ എടുത്തില്ല. ഇനി എന്ത് കട കൂട്ടാണ്ടി വന്നാലും ഇവർ ജോലിക്ക് എടുക്കത്തില്ലെന്ന് അവർ പറയുന്നത്. ഒരുപാട് പേരുണ്ട്. ഇപ്പം ഞങ്ങൾ പ്രതികരിക്കാനായിട്ട് കുറച്ച് പേരെ വന്നു. പക്ഷേ ഇതിനകത്ത് ഒരുപാട് പേര് ഇപ്പം ഇനിയും പ്രതികരിക്കാൻ ആൾക്കാർ വരും. ഞങ്ങളുടെ ജോലിയുടെ ആവശ്യത്തിന് ഞങ്ങളുടെ ഗതിയോട് കൊണ്ട് വന്നു പോയത് ഇവിടെ.